ഹായ് എവരി വൺ. അപ്പോൾ ജോബ് ബൂസ്റ്റ് ഹബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വിപ്രോ കമ്പനിയിൽ മലയാളം ലാംഗ്വേജിലേക്ക് വിളിച്ചിട്ടുള്ള ജോബ് വേക്കൻസിയെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഡിഗ്രി ഏതുള്ളവർക്കും ഫ്രഷേഴ്സ് ആയവർക്കും എക്സ്പീരിയൻസ് ആയവർക്കും ഒരുപോലെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഒരു ജോബ് വേക്കൻസിയാണിത്. അപ്പോൾ ജോബ് വേക്കൻസിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ എന്ത് ചെയ്യുക, ഇതുപോലെ ഡെയിലി ജോബ് അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒറ്റ ജോബ് അപ്ഡേറ്റുകൾ മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ബെല്ലൈക്കണും കൂടി അമർത്തി വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ജോബ് ഡീറ്റെയിൽസിലേക്ക് പോകാം. അപ്പോൾ വിപ്രോ വിളിച്ചിട്ടുള്ളത് കണ്ടൻറ് മോഡറേഷൻ മലയാളം ലാംഗ്വേജിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. ഓക്കെ, അതായത് നിങ്ങൾക്കൊരു MNC കമ്പനിയിലേക്ക് ഒരു എൻട്രി ലെവൽ ജോബാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ നല്ലൊരു അവസരമാണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് ജോബിൻ്റെ ഓവർവ്യൂവിലേക്ക് കിടക്കാം. അപ്പോൾ കമ്പനിയുടെ പേര് വരുന്നത് വിപ്രോ. സാലറി അവർ എന്ത് ചെയ്തിട്ടില്ല, നോട്ട് ഡിസ്ക്ലോസ്ഡ്. അവർ സാലറി എന്ത് ചെയ്തിട്ടില്ല, ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. അതായത് നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ചും ഇപ്പോൾ ഫ്രഷറാണെങ്കിൽ അതിനനുസരിച്ചുള്ള സാലറി ആയിരിക്കും അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ജോബ് ടൈപ്പ് വരുന്നത് ഫുൾ ടൈം പെർമനൻ്റ് ആയിരിക്കും. പിന്നെ ക്വാളിഫിക്കേഷൻ വരുന്നത് എനി ഗ്രാജുവേഷൻ, നിങ്ങൾക്ക് ഏത് ഡിഗ്രി ഏത് സ്ട്രീമിൽ നിന്നുള്ളവരായാലും എന്തായാലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ബേസിക്കായിട്ടുള്ള ഡിഗ്രി ഉണ്ടായാൽ മതി. ഓക്കെ, പിന്നെ ലൊക്കേഷൻ വരുന്നത് ബാംഗ്ലൂരാണ് ഇതിൻ്റെ ജോബ് ലൊക്കേഷൻ വരുന്നത്. പിന്നെ എക്സ്പീരിയൻസ് വരുന്നത് 0 to 1 years, അതായത് ഫ്രഷേഴ്സ് ആയവർക്കും എക്സ്പീരിയൻസ് ആയവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ നിങ്ങളുടെ റോൾ കാറ്റഗറി വരുന്നത് കണ്ടൻറ് മോഡറേഷൻ ആയിരിക്കും നിങ്ങളുടെ ജോബ് ടൈപ്പ് വരുന്നത്. ഓക്കെ, ഈ ജോബ് ഡിസ്ക്രിപ്ഷനെ കുറിച്ച് നോക്കുമ്പോൾ എന്ത് ചെയ്യുക, അതായത് കണ്ടൻറ് മോഡറേഷൻ ആണ് നിങ്ങൾക്ക് വരുന്നത് ജോബ്. ഓക്കെ, കണ്ടൻറ് മോഡറേഷൻ എന്ന് പറയുമ്പോൾ യൂസർ ജനറേറ്റഡ് ആയ കണ്ടൻറ്റുകൾ എന്ത് ചെയ്യുക, അങ്ങനത്തെ കണ്ടൻറ്റുകൾ ഇനപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമ്പനിയുടെ പോളിസിക്ക് അനുസരിച്ച് അത് എന്ത് ചെയ്യുക, അതിനനുസരിച്ച് ആക്ഷൻ എടുക്കുകയും ചില കണ്ടൻറ്റ് ഡിലീറ്റ് ആക്കുകയും ചെയ്യുക. അങ്ങനത്തെ ഒരു ജോബ് റോളായിരിക്കും നിങ്ങളത് വരിക. ഓക്കെ, അപ്പം ജോബ് ഡിസ്ക്രിപ്ഷനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നുണ്ടെങ്കിൽ എന്താണ് ഈ ജോബ് ഡിസ്ക്രിപ്ഷൻ വായിച്ച് നോക്കിയാൽ മതി. ഓക്കെ, പിന്നെ നിങ്ങളുടെ കീ റെസ്പോൺസിബിലിറ്റീസ് വരുന്നത് റിവ്യൂ ആൻഡ് അസസ് സെൻസിറ്റീവ് കണ്ടൻറ്റ് അക്രോസ് ദി വീഡിയോസ്, അതായത് കണ്ടൻറ്റ് മോഡറേഷൻ തന്നെയാണ്. അതിൽ എന്ത് ചെയ്യുക, സെൻസിറ്റീവ് ആയിട്ടുള്ള കണ്ടൻറ്റുകൾ ഉണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യുക. അങ്ങനെയുള്ള ജോബായിരിക്കും നിങ്ങളത് വരിക. ഓക്കെ, കണ്ടൻറ്റ് മോഡറേഷൻ തന്നെയാണ് നിങ്ങളുടെ ജോബ് റോൾ വരുന്നത്. പിന്നെ നിങ്ങൾക്കുണ്ടായിരിക്കേണ്ട ഒരു സ്കില്ലൊക്കെ പറയുന്നത് സൈക്കോളജിക്കൽ റെസിലിയൻസ് സ്കില്ലൊക്കെ ഉണ്ടായിരിക്കണം. ഓക്കെ, അതായത് ഇങ്ങനത്തെ ഓരോ കണ്ടൻറ്റുകൾ എന്താണ് വിലയിരുത്താനും സാധിക്കുന്ന ഒരു സ്കില്ലുണ്ടായിരിക്കേണ്ടതാണ് നിങ്ങൾക്ക്. പിന്നെ കമ്മ്യൂണിക്കേറ്റ് എഫക്റ്റീവ്ലി ആൻഡ് കൊളാബറേറ്റ് വിത്തിൻ ടീമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കുകയും അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വരും. ഓക്കെ, അതൊക്കെ ബേസിക്കായിട്ട് എല്ലാവർക്കും ഉണ്ടായിരിക്കുന്ന കഴിവുകളാണ്. ഷിഫ്റ്റ് വരുന്നത് ഏത് സമയത്തും ഷിഫ്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. അതായത് മിഡ് ഷിഫ്റ്റ് വരാം, നൈറ്റ് ഷിഫ്റ്റ് വരാം, മോർണിംഗ് ഷിഫ്റ്റ് വരാം. അപ്പം ഏത് ഷിഫ്റ്റാണ് വരുന്നത് കമ്പനിയുടെ റൂൾ അനുസരിച്ചും ജോബിൻ്റെ ടൈപ്പ് അനുസരിച്ചും എന്താണ് ഷിഫ്റ്റ് മാറുന്നതാണ്. ഓക്കെ, എലിജിബിലിറ്റി ക്രൈറ്റീരിയ വരുന്നത് ഫ്ലുവൻ്റ് ഇൻ റീഡിംഗ്, റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ് മലയാളം മാൻഡാറ്ററിയാണ്. അതായത് മലയാളം ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം എന്നാണ് കമ്പനി പറയുന്നത്. അതായത് കണ്ടൻറ് മോഡറേഷൻ മലയാളത്തിലേക്കാണ് അവർ വിളിച്ചിട്ടുള്ളത്. മസ്റ്റ് ബി എനി ഗ്രാജുവേഷൻ, അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്ട്രീമിൽ നിന്നുള്ളൊരു ഗ്രാജുവേഷൻ മതി. പിന്നെ പറയുന്നത് പ്രൊവിഷണൽ അല്ലെങ്കിൽ നിങ്ങളുടെ മാർക്സ് കൺസോൾട്ടേറ്റഡ് മാർക്ക് വേണ്ടി വരും. അതായത് നിങ്ങൾ ജോബിന് അപ്ലൈ ചെയ്ത് നിങ്ങൾ എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഗ്രാജുവേഷൻ ആയിരുന്നതിൻ്റെ തെളിവായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്ത് പ്രൊവിഷണൽ കാർഡ് അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അതായത് ഡിഗ്രി ഇപ്പോൾ പുതുതായി പാസ്സായവർക്ക് എന്താണ് ചില സമയത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടാകില്ല, അതുകൊണ്ട് എന്താണ് അവർക്ക് പ്രൊവിഷണൽ കാർഡ് മതിയാകും. പിന്നെ നിങ്ങളെന്താണ് ജോബ് കിട്ടിക്കഴിഞ്ഞാൽ ബാംഗ്ലൂരിലേക്ക് റീലൊക്കേറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ഫ്ലെക്സിബിലിറ്റി വിത്ത് 24/7 റൊട്ടേഷണൽ ഷിഫ്റ്റ്, അത് ഏത് ഷിഫ്റ്റും കമ്പനിയുടെ റൂൾ അനുസരിച്ച് ഏത് ഷിഫ്റ്റും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് എന്തായിരിക്കും നിങ്ങൾ ഫ്ലെക്സിബിൾ ആയിരിക്കണം. അത് ഇൻ്റർവ്യൂവിൽ തന്നെ അവർ ചോദിക്കും, നിങ്ങൾ ഫ്ലെക്സിബിൾ ആണോ, ഈ ഒരു ഷിഫ്റ്റിലേക്ക് ഫ്ലെക്സിബിൾ ആണോ അവർ ചോദിക്കുന്നതാണ്. ഓക്കെ, പിന്നെ ബെനിഫിറ്റ്സ് പറയുന്നത്, അതായത് ഒരു കമ്പനിയിൽ കയറി കഴിഞ്ഞ് നിങ്ങളുടെ ജോബ് അവിടെ എൻറോൾ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ പേഴ്ക്സ് ആൻഡ് ബെനിഫിറ്റ്സിനെ കുറിച്ച് പറയുന്നത് 2-way ക്യാബ് ഫെസിലിറ്റി ഉണ്ടായിരിക്കും. അതായത് നിങ്ങൾക്ക് കമ്പനിയിലേക്ക് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും എന്താണ് ക്യാബ് ഫെസിലിറ്റി ഫ്രീ ആയിട്ടുണ്ടായിരിക്കുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ ഫ്രീ മീൽസ് ഡ്യൂറിങ് ഷിഫ്റ്റ് ഹവേഴ്സ്, നിങ്ങളുടെ ഷിഫ്റ്റ് ഹവേഴ്സിൻ്റെ സമയത്ത് എന്താണ് ഫ്രീ ആയിട്ടുള്ള ഫുഡും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ MNCയിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഫുഡിൻ്റെ ഒക്കെ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്ത് ചെയ്യുക, ഒട്ടും സമയം കളയാതെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിലേക്ക് അപ്ലൈ ചെയ്യുക. പിന്നെ ഷിഫ്റ്റ് അലവൻസുകൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് ആകുമ്പം അതിനനുസരിച്ചുള്ള നൈറ്റ് ഷിഫ്റ്റ് അലവൻസ് ഉണ്ടായിരിക്കും. പിന്നെ ഇൻട്രസ്റ്റഡ് കാൻഡിഡേറ്റ് എന്ത് ചെയ്യുക, അവരോട് സെൻഡ് CV വൈ വാട്സപ്പ്, ഇതിവിടെ മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, ഈ നമ്പറിലേക്ക് നിങ്ങളുടെ CV അയച്ചു കൊടുക്കുക. ഓക്കെ, ഒട്ടും സമയം കളയാതെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യുക. പിന്നെ ഇവിടെ റോളും ഇൻട്രസ്റ്റും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് വരുന്നത് BPM BPO ആണ്. ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത് കണ്ടൻറ്റ് ആൻഡ് എഡിറ്റോറിയൽ ആൻഡ് ജേർണലിസം, ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്കായിരിക്കും നിങ്ങൾക്ക് എൻറോൾ ചെയ്യുക. ഓക്കെ,
അപ്പോൾ എന്ത് ചെയ്യുക, ഒട്ടും സമയം കളയാതെ തന്നെ ഈ ഒരു ജോബ് വേക്കൻസിയിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു വെബ്സൈറ്റിലേക്കായിരിക്കും വരിക. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, ഈ വെബ്സൈറ്റിൽ കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കിയിട്ട് ഇവിടെ തന്നെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, അപ്ലൈ ചെയ്യാനുള്ള ലിങ്കിലേക്ക് പ്രവേശിക്കുന്നതാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യുക, നിങ്ങൾ അപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ CV അയച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ആരും ഒട്ടും സമയം കളയാതെ തന്നെ അപ്ലൈ ചെയ്യുക. അപ്പം ഓൾ ദി ബെസ്റ്റ്, സി യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ഓക്കെ, താങ്ക് യു.